മണ്ണാർക്കാട് നഗരസഭയിൽ മുണ്ടേക്കരാട് പൂക്കൂത്ത് റോഡിൽ വിരിച്ച കട്ടകൾ എടുത്തുമാറ്റാൻ ആരെയും അനുവദിക്കില്ലെന്ന് CPM മണ്ണാർക്കാട് ലോക്കൽ കമ്മിറ്റി. നഗരസഭാ ചെയർമാൻ വ്യക്തിവിരോധം ഉപേക്ഷിച്ച് റോഡ് വികസനം പൂർത്തിയാക്കണമെന്നും വിവാദ റോഡ് സന്ദർശിച്ച ശേഷം നേതാക്കൾ പറഞ്ഞു. ഒരു കട്ട അല്ലെങ്കിൽ ഒരു ഇന്റർലോക്ക് ഇതിൻ്റെ മുമ്പിൽ നിന്ന് എടുക്കാൻ ഇവിടുത്തെ പാർട്ടിയും സമ്മതിക്കില്ല എന്ന് ഈ സമയത്ത് നമ്മൾ സൂചിപ്പിക്കുകയാണ്. ഞങ്ങൾ നാടിൻ്റെ വികസനത്തിൻ്റെ കൂടെയാണ്. ഈ 4.5 കൊല്ലം LDFിൻ്റെ ഒരു കൗൺസിലർമാരും ഒരു പ്രദേശത്തും വികസനത്തിനെതിരായി നിൽക്കണോ എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കൂ? പൂക്കുത്ത് റോഡിൽ അനുമതി നൽകിയതിനേക്കാൾ കൂടുതൽ ഭാഗത്ത് വിരിച്ച കട്ടകൾ പൊളിച്ചുമാറ്റണമെന്ന് നഗരസഭാധികൃതർ കരാറുകാരന് നിർദ്ദേശം നൽകിയിരുന്നു. ഇതനുസരിച്ച് വിരിച്ച കട്ടകൾ എടുക്കുന്നത് നാട്ടുകാർ തടഞ്ഞിരുന്നു. മുണ്ടേക്കരാട് പള്ളി റോഡിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള പൂക്കുത്ത് റോഡിൻ്റെ ആകെ നീളം 59 മീറ്ററാണ്. 59 മീറ്ററിൽ 46 മീറ്റർ വരെ കട്ട പതിക്കാനാണ് തുക അനുവദിച്ചതെന്നും നഗരസഭാധികൃതരും കരാറുകാരും അറിയിച്ചതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തുകയായിരുന്നു. നാട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി 59 മീറ്ററും കട്ട വിരിച്ചു. അധികം വിരിച്ച 13 മീറ്റർ ഭാഗത്തെ കട്ട എടുത്തുമാറ്റണമെന്ന നിർബന്ധത്തിലാണ് നഗരസഭ. ഇതിനെതിരെയാണ് CPM മണ്ണാർക്കാട് ലോക്കൽ കമ്മിറ്റി രംഗത്തെത്തിയത്. നഗരസഭാ അധ്യക്ഷൻ വ്യക്തിവിരോധം ഉപേക്ഷിച്ച് നാടിൻ്റെ വികസനം സാധ്യമാക്കണമെന്ന് നഗരസഭാ പാർലമെന്ററി പാർട്ടി നേതാവും ഏരിയ കമ്മിറ്റി അംഗവുമായ TR സെബാസ്റ്റ്യൻ പറഞ്ഞു. നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതി പൂർണ്ണതയിലെത്തിക്കാൻ അനുവദിച്ച തുക തികയില്ലെങ്കിൽ 50,000 രൂപ വരെ അനുവദിക്കാൻ കൗൺസിൽ ഏകകണ്ഠമായി തീരുമാനിച്ചതാണ്. 13 മീറ്റർ കൂടി കട്ട വിരിക്കാനുള്ള തുക നഗരസഭയ്ക്ക് അനുവദിക്കാനാകുമെന്നും സെബാസ്റ്റ്യൻ പറഞ്ഞു. മുണ്ടേക്കാരാട് പ്രദേശത്ത് പൂക്കുത്ത് റോഡ് എന്ന പേരിൽ ഒരു നിർമ്മാണ പ്രവൃത്തി നടക്കുകയാണ്. ആ നിർമ്മാണ പ്രവൃത്തിയിൽ 2.5 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മണ്ണാർക്കാട് നഗരസഭയിൽ ഒരു നിർമ്മാണ പ്രവൃത്തി നടക്കുമ്പോൾ അവിടെ ഒരു ചെറിയ സംഖ്യ മുടക്കിയാൽ അത് പൂർണ്ണമായി പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കാനും, അങ്ങനെ ഉണ്ടെങ്കിൽ ആ പൈസ കൂടി കൊടുത്തുകൊണ്ട് 50,000-ൽ താഴെ വരുന്ന സംഖ്യ കൊടുത്തുകൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഏത് പ്രവൃത്തി ഏത് വാർഡിലുണ്ടായാലും നിർവഹിക്കണമെന്ന് നഗരസഭാ ചെയർമാൻ തന്നെ നിർദ്ദേശം നൽകി കൗൺസിൽ ഏകകണ്ഠമായി അനുവദിച്ച ഒരു തീരുമാനം നിലനിൽക്കെ ഇവിടെ ഏതാനും പ്രദേശം കുറഞ്ഞ സംഖ്യ കൂടി ചേർത്ത് പണി ചെയ്താൽ വളരെ വൃത്തിയാകാവുന്ന ഒരു പ്രവൃത്തിയെ ഇടയിൽ വെച്ച് നിർത്താൻ തീരുമാനിച്ചിരിക്കുന്നു. മാത്രമല്ല, പണിതത് കൂടി എടുത്തിട്ട് പോവുകയും ഒരു അടുത്ത വർഷത്തെ പദ്ധതികളിൽ ഉൾപ്പെടുത്തി പൂർത്തീകരിക്കുമെന്ന രൂപത്തിൽ അപഹാസ്യമായ ഒരു തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കുറ്റകരമാണ്. ഇത് സത്യപ്രതിജ്ഞാ ലംഘനമാണ്. ഈ തെറ്റ് തിരുത്താൻ പൊതുപ്രവർത്തകർക്കൊക്കെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടത്തിന് അപ്പുറത്ത് ഒരു സാമൂഹ്യ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഈ റോഡ് പൂർത്തിയാക്കുക എന്ന് തന്നെയാണ് എന്നാണ് ഞങ്ങൾ തിരിച്ചറിയുന്നത്. പോലീസിനെയും നഗരസഭാ ഉദ്യോഗസ്ഥരെയും ഉപയോഗിച്ച് റോഡ് വികസനം മുടക്കാനാണ് ശ്രമമെങ്കിൽ അത് ലോക്കൽ കമ്മിറ്റി തടയുമെന്ന് CPM മണ്ണാർക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും കൗൺസിലറുമായ K മൻസൂർ പറഞ്ഞു. ഇതിൻ്റെ പേരിൽ ക്രമസമാധാന പ്രശ്നമുണ്ടായാൽ പൂർണ്ണ ഉത്തരവാദി നഗരസഭാ അധ്യക്ഷനാകുമെന്നും മൻസൂർ പറഞ്ഞു. ഓരോ വർഷത്തിൽ ഈ പ്രദേശത്തേക്ക് കോടിക്കണക്കിന് രൂപയാണ് ഇവിടേക്ക് മാത്രം നഗരസഭയുടെ വകയിരുത്തുന്നത് ചെയർമാൻ. അയാളുടെ ധിക്കാരപരമായ സമീപനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് ഭൂരിപക്ഷം നോക്കിക്കൊണ്ട് എവിടെയാണ് ഇത് ചെലവഴിച്ചു എന്ന് പരിശോധിച്ചാൽ അതിനൊരു തലയുമില്ലാത്ത രൂപത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ അവസാനം ഇവരാരൊക്കെ എടുത്ത തീരുമാനമെന്ന് പറയുന്നത് 19-ാം തീയതി പോലീസിൻ്റെയും മുനിസിപ്പാലിറ്റിയുടെ ജീവനക്കാരുടെയും സാന്നിധ്യത്തിൽ ഇവിടെ റോഡ് പണി നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്, അഥവാ നാളെ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഞങ്ങൾക്കൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങൾ വികസനത്തിൻ്റെ കൂടെയാണുള്ളത്. പോലീസിനെ കണ്ട് അല്ലെങ്കിൽ നഗരസഭയുടെ ഉദ്യോഗസ്ഥന്മാരെ കണ്ട് ആരും തുള്ളേണ്ടതില്ല. അത്രയ്ക്ക് വിവരമില്ലാത്ത പോലീസല്ല മണ്ണാർക്കാടുള്ളത്. അങ്ങനെ ഏതെങ്കിലും വിവരമില്ലാത്ത പോലീസുകാരുണ്ടെങ്കിൽ നാളെ ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനത്തിന് തടസ്സം നിൽക്കാൻ ആരെങ്കിലും വന്നാൽ തീർച്ചയായിട്ടും LDFിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഞങ്ങൾ ഈ വികസനം പൂർത്തീകരിക്കാനുള്ള എല്ലാവിധ ഇടപെടലും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. ബ്രാഞ്ച് സെക്രട്ടറിമാരായ P രാമചന്ദ്രൻ, CK റഹീം, പൊതുപ്രവർത്തകൻ ജലീൽ, ചീരത്തടയൻ, അബ്ദുൾ നൌഫൽ എന്നിവരും നേതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നു.